ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചങ്ങായിമാരെ, ഈ വീഡിയോയിൽ ഞങ്ങൾ സെറാമിക് കോഡിൻ്റെ ചെറിയ ഒരു റീവർക്കാണ് കാണിക്കുന്നത് കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും. പിന്നെ നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് വീടിൻ്റെ താഴെ പോർച്ച്. ഇപ്പോൾ കോൺക്രീറ്റ് റൂഫിൽ സിമൻറ്റ് പട്ടികയിൽ സെറാമിക്കിൻ്റെ ഈ കളർ ഓടാണ് ഇപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ പോർച്ചിൽ ഫുള്ളായിട്ട് വിരിച്ചിട്ടുള്ളത്. ക്ലയൻറ്റിന് ഈ പോർച്ചുമത്തെ ഫുള്ള് സെറാമിക്കിൻ്റെ ഓട് ഊരിയിട്ട് റീഫിറ്റ് ചെയ്യണം. ഇതിനിവിടെ രണ്ട് കാരണങ്ങളുണ്ട് ഇത് ഊരാനുള്ള. എന്താ സംഭവം എന്നറിയോ? ഒന്ന്, ആ ഓടും ചുമരും കൂടിച്ചേരുന്ന മൂലയിൽ 3 മീറ്റർ നീളം 2 അടി വീതിയിൽ അലുമിനിയം ഷീറ്റ് വെച്ചിക്കണ്. നല്ല മഴ പെയ്യുന്ന സമയത്ത് ആ ഷീറ്റിൽ വെള്ളം കെട്ടിക്കെടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ സ്ലോപ്പില്ല. അപ്പോൾ ഇത് പഴയ ഓടി വിരിച്ച ആൾക്കാർ സ്ലോപ്പില്ലാതെ ആ ഷീറ്റ് വെച്ച സമയത്ത് ഈ വീടിൻ്റെ ടോപ്പിലെ സിറ്റ് ഔട്ട് എന്നൊക്കെ നോക്കുമ്പം അവിടെ ഫുള്ള് കറ കെട്ടിക്കെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വീടിൻ്റെ ടോപ്പിലും ഇതേ കളർ സെറാമിക് കോഡൊക്കെ വിരിച്ച് ഫുൾ സെറ്റപ്പിൽ നിൽക്കേനു. പിന്നെ മുകളിലത്തെ 2-3 മൂലോട് കാറ്റത്ത് പാറി നിലത്തേക്ക് വീണുകണ്. അപ്പം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഞങ്ങളിപ്പം ഈ പോർച്ചുമത്തെ ഓട് ഊരിയ സമയത്ത് ഈ മൂലോടൊക്കെ ഫുള്ള് ഫ്രീ ആയി കിടക്കുകയാണ്. ഒരു സിലിക്കോൺ മേലോ നല്ലൊരു സെറ്റപ്പിലല്ല അത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് ഈ വീടുമത്തെ ഫുള്ള് സെറാമിക്കിൻ്റെ ഓട് A to Z ഊരി ഞങ്ങൾ റീഫിറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ആ ഓട് ഊരിനത് ഒരു A ടൈപ്പ് സ്ലേവാണ്. A ടൈപ്പ് സ്ലേവ് എന്ന് പറഞ്ഞാൽ 2 ഭാഗത്തേക്ക് ചെരിഞ്ഞ സ്ലേവ്. ഈ A ടൈപ്പ് സ്ലേവിൽ ഏത് ഓടനെ വീരിച്ചതാണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ ഓട് ഊരിയിട്ട് റീഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട് പൊട്ടിയിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതേ ഓടും മൂലോടും എടുത്ത് കണ്ട ആ ഏരിയ വീണ്ടും ഫിനിഷ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ A ടൈപ്പ് സ്ലേവ് അല്ലാത്ത ഏരിയ, അതായത് കുയ്യടി, നല്ല ചെരിഞ്ഞ മൂലൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ഓടൊക്കെ ഊരിയിട്ട് അതേ ഓടോണ്ട് തന്നെ ക്ലിയർ ചെയ്യാൻ കഴിയൂലട്ടോ. ചില ആൾക്കാരൊക്കെ വിചാരിക്കും അത്ര ഓടന്നെ മതിയില്ലേ എന്ന് പറയും. അപ്പോൾ എന്താ അറിയോ, ഈ കുയ്യടി ചെരിഞ്ഞ മൂലൊക്കെ വരുന്ന സ്ഥലത്തുള്ള ഓടുകൾ ഊരിക്കഴിഞ്ഞാൽ എക്സ്ട്രാ കുറച്ച് ഓട് കാണേണ്ടി വരും. അതായത് ഈ കാണുന്ന വീടിൻ്റെ ടോപ്പിൽ കുയ്യടി മൂലൊക്കെ ഉള്ള എല്ലാ ഓടും ഞങ്ങൾ ഊരിയ സമയത്ത് കുറച്ച് ഓട് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വീടിൻ്റെ താഴത്തെ സൺസൈഡുമ്പിൽ കണ്ടില്ലേ അതേ ഓട് ഇവിടെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതായാലും ടോപ്പിൽ ക്ലൈൻറ്റ് ഫുള്ള് ഷീറ്റ് ഇട്ട സ്ഥിതിക്ക് ഈ സൺസൈഡ് മേലെ ഇനി ഓടിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഓടൊക്കെ ഊരിയിട്ട് ഇവിടെ ഫുള്ള് പട്ടിക പൊളിച്ച് വയ്ക്കിയിട്ട് തേച്ച് പെയിൻ്റ് അടിക്കാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ ഞങ്ങൾ ആ ഓടൊക്കെ ഓട് ഊരിയിട്ടൊക്കെയാണ് ഇപ്പം ടോപ്പിലെ ഓടിൻ്റെ ബാക്കി തയ്യാത്ത ഓടൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ട്രബിൾ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു ഷീറ്റാണ്. അപ്പോൾ ഇതേപോലത്തെ ഷീറ്റ് പല വീടുകളിലും ഇതേ സെറ്റപ്പിൽ നമുക്ക് പോർച്ച് കാണാൻ പറ്റും. ചുമരിനോട് കൂടിക്കാണ്ടുള്ള പോർച്ചുള്ള വീടുകളിലൊക്കെ ഇതേപോലത്തെ ഒരു ഷീറ്റ് വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് അറിയോ, ആ ഷീറ്റ് കറക്റ്റ് സ്ലോപ്പിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം കെട്ടിക്കെടുക്കും. അതേപോലെ തന്നെ ചെങ്കല്ല് പിന്നെ അതിമെന്ന് വെള്ളം വലിച്ചു കുടിച്ച് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അതൊരു കാരണമായി മാറും. അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടിച്ചാൽ വെക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പം ഇവിടെ ഓടിൻ്റെ മുകൾക്കാണ് കയറ്റിട്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്ന ലാസ്റ്റത്തെ വരി ഉണ്ടല്ലോ. ഇനി അതെങ്ങനെയാണ് റീസെറ്റ് ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ കുറേ ആൾക്കാർ ഇപ്പം സെറാമിക്കിൻ്റെ ഓട് നമ്മളെ നാട്ടിൽ നിന്ന് ഒരുപാട് വീടുകൾക്ക് താഴത്തെ സൺസൈഡ് പോർച്ചിനൊക്കെ വിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പല ആൾക്കാർക്കും ഇങ്ങനത്തെ വിരിച്ച് കുറച്ച് പഴക്കം ചെന്ന വീടുകൾക്കൊക്കെ മൂലോട് ഊരി വീണിട്ട് വീണ്ടും റീഫിറ്റ് ചെയ്യാനായിട്ട് പല വീടുകളും വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ വീഡിയോ കണ്ടോളി. നിങ്ങൾക്ക് ഇതിൻ്റെ കോസ്റ്റ് എത്ര വരും എന്നൊക്കെ ഉള്ളത് പറഞ്ഞു തരാം. പിന്നെ ഞങ്ങളിപ്പം ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഷീറ്റ് എത്രേൻ്റെന്നറിയോ? 2.5 ഷീറ്റ് കേട്ടോ. 1.5 ഷീറ്റ് ഉണ്ട്, 2 ഉണ്ട്, അതേപോലെ 2.5, 3 ഉണ്ട്. അപ്പം മിനിമം ഒരു 2.5 വേണം. കാര്യം എന്താ വെച്ചാൽ അത് വളച്ച് ചുമരിനോട് എത്രത്തോളം ഹൈറ്റിൽ കിട്ടുമോ അത്രത്തോളം നല്ലതാണ്. കാരണം എന്താ പറയുക, ആ ഓടുമേൽ വെള്ളം വീണിട്ട് ചുമരുമ്പൊക്കെ തെറിക്കും. ആ തെറിക്കലിൽ പിന്നെ എന്ത് ചെയ്യും, ആ വെള്ളം ചുമര് കുടിച്ചിട്ട് ഉള്ളിലേക്ക് പൊതിർപ്പ് കാണിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ 2.5 ഷീറ്റ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ചില ആൾക്കാർക്കുള്ള ഡൗട്ടാണ് ഈ ഷീറ്റ് എങ്ങനെയാണ് വളയ്ക്കൽ എന്നുള്ളത് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് നേരെ സെൻറ്റർ വളച്ചിട്ടാണ് നമ്മൾ കുയ്യടിയിലൊക്കെ വെക്കാറ്. പക്ഷേ ഇവിടെ ഞങ്ങൾ അങ്ങനെയല്ല. ഒരു വളച്ചൽ ഒരു ഭാഗത്ത് 1 അടി, ബാക്കി ഭാഗത്ത് 1.5 അടി. അതെന്തിനാണെന്ന് അറിയാം, 1.5 അടിൻ്റെ ഭാഗം ചുമരിൽ കയറ്റി വെക്കാനാണ്. പിന്നെ ആ 1.5 അടിൻ്റെ ഭാഗത്ത് അതേപോലെ കണ്ടോ ആ പലകമ്പൽ വെച്ച് കണ്ട 1.5 അടിൻ്റെ എൻഡ് ഇങ്ങോട്ട് വളച്ചിനു. അപ്പോൾ ഒരു 2 സെൻറ്റി ഉണ്ടേനു. അത് ഞങ്ങൾ എന്ത് ചെയ്താൽ 1 സെൻറ്റി ആക്കി മാറ്റി. നമുക്കെന്താ വെച്ചാൽ 2 സെൻറ്റ് ചുമരിൻ്റെ ഉള്ളിൽ കണ്ട് കയറി നിൽക്കുമ്പോൾ നമ്മളെ പണിക്കൊരു വൃത്തിയിട്ടില്ല. അതുകൊണ്ട് 1 സെൻറ്റ് കറക്റ്റ് മെഷീൻ മേൽ കമ്പിൻ്റെ ബ്ലേഡൊക്കെ ഇട്ടുകൊണ്ട് കട്ട് ചെയ്ത് റെഡി ആക്കി ഇട്ടോ. നിങ്ങൾ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ കണ്ടോ. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതേപോലെ വളച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ടുവന്നിട്ട് നേരെ സ്ലോപ്പാക്കി കണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ ടോപ്പിൽ ഒരു പെൻസിലുകൊണ്ട് വരയ്ക്കുക ചുമരുമ്പിൽ. ആ വരക്കനുസരിച്ച് ഗ്രൈൻഡർ കൊണ്ട് ഒരു ചാല് കീറുക. എന്നിട്ട് ആ ചാലിലേക്കാണ് കയറ്റി വെക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ വെക്കുന്ന സാധനം കൊണ്ടുവന്ന് വരച്ച് ചാലൊക്കെ കീറിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും സെറ്റ് ചെയ്ത് നോക്കുകയാണ്. എന്താ ഇനി കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തീർത്തിട്ട് വെച്ചാൽ മതി.
അപ്പോൾ ഞങ്ങളിതാ രാവിലെ വന്നിട്ട് ആ പോർച്ചുമത്ത ഫുള്ള് ഓട് ഊരി, പോർച്ചുമത്ത ഓട് എന്ന് പറഞ്ഞാൽ ഊരികാണ്ട് അതുമേൽ 1 ഇഞ്ചിൻ്റെ ആണിയേനു. ആ ആണിയൊക്കെ എടുത്ത് 1.5 ആണി ഇട്ടുകാണ്ട് ആ ഒരു സൈഡ് ഫുള്ള് വിരിച്ച് തീർത്തു. ഇനി ഈ ഒരു സൈഡ് വിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഷീറ്റ് വെച്ചെങ്കിൽ മാത്രമേ വിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ വീടിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. പിന്നെ പല ആൾക്കാർക്കും ഇപ്പം മൂലോട് വീണുകാണ്ട് ഒരുപാട് വീടുകൾ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനുള്ള സൊല്യൂഷനൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തറിയോ, ആ ഒരു ഏരിയയിൽ ഇപ്പോൾ തേപ്പ് പൊട്ടിച്ചില്ലേ, ഇപ്പോൾ തേപ്പ് പൊട്ടിച്ച സ്ഥിതിക്ക് ചില ആൾക്കാർ പറയാം ചുമരൊക്കെ വൃത്തികേടാക്കി എന്ന് പറയും. ഒന്നും വൃത്തികേടാവില്ല, അത് നമ്മളെ പണി കഴിഞ്ഞാൽ അതൊക്കെ ഫിനിഷ് ഔട്ടോ. മറ്റേ ഷീറ്റിൻ്റെ ഉള്ളിൽ പോണ സ്ഥലമാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ഇപ്പം ഇത് ഒരു സിറ്റ് ഔട്ടിനോട് അടുത്ത് നിൽക്കുന്ന പോർച്ചല്ല. അപ്പം ആൾക്കാരൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് ഓടുമ്പോൾ ഇറങ്ങും. ഇറങ്ങുന്ന സമയത്ത് ഈ ഷീറ്റിൽ ചവിട്ടി കഴിഞ്ഞാൽ ഉള്ളിൽ പൊള്ളായിട്ട് നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയോ, ഈ ഷീറ്റ് നമ്മളെ ആ സെറ്റിങ് മൊത്തം നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, അടി തേക്കുക, സ്ലോപ്പാക്കി നല്ല തേച്ചിട്ട് അതിന്മേൽ ഷീറ്റ് ഇറക്കി വെക്കുക. അപ്പോൾ നല്ല ഫിറ്റിങ്ങിൽ നിൽക്കും കേട്ടോ. ഇപ്പോൾ കണ്ടോ, ആ ഒരു ചെറിയ ഒരു ചെളുക്കുണ്ടല്ലോ 1 സെൻറ്റിൻ്റെ, അത് ആ ചാലിലേക്ക് കണ്ട് കയറ്റി വെച്ചിട്ട് നമ്മൾ ആണി അടിക്കുക. കണ്ടോ, ഇതേപോലെ കോൺക്രീറ്റിൻ്റെ 1.5 ഇഞ്ചിൻ്റെ ആണി അടിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് ഇങ്ങനെ ചെളുക്കി കൊണ്ടുപോവുക. അതാണ് ഇപ്പം ഇതിൻ്റെ ഒരു സംഭവം. അപ്പോൾ ഇതേപോലെ പല വീടുകളിലൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇത് നോക്കിയാണി. പിന്നെ സെറാമിക്കിൻ്റെ ഓട് നിങ്ങൾ പോർച്ചിലും സൺസൈഡിലൊക്കെ വിരിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ എന്ത് ചെയ്യാറോ, പട്ടിക മാലിട്ടുകാണ്ട് സിമെൻറ്റ് പട്ടിക കെട്ടുക. സിമെൻറ്റിൻ്റെ പട്ടികയെ തന്നെ വിരിക്കാൻ മാത്രമേ ഉള്ളൂ, എക്സ്ട്രാ നമ്മൾ ഡ്രസ്സൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ മാലിട്ടുകാണ്ട് കെട്ടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഓടുമ്പോൾ കൂടെ നടക്കുന്ന സമയത്ത് ഒരു ചെളുക്കുണ്ടാവും ഓടുമൽ, അതൊക്കെ കറക്റ്റായി കിട്ടും. അതേപോലെ പട്ടിക ഡിസ്റ്റൻസ് കണക്കാക്കിയിട്ട് കിട്ടും ചെയ്യുക. വേറെ ഒന്നും മനസ്സിലാക്കാൻ മാത്രമല്ല. ഇപ്പോൾ കണ്ടോ, ആണി അടിച്ചതിന് ശേഷം ഇങ്ങനെ അമർത്തി ഇനി ആ ഗ്യാപ്പിൽ സിലിക്കോണോ അല്ലെങ്കിൽ ഗ്രൗട്ടോ കൊടുത്താൽ മതി. ഞങ്ങൾ ഗ്രൗട്ടോ കൊടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ഉണ്ടായിന് ആ സ്ലേവുമത്തെ അതേ ഓട്, എക്സ്ട്രാ ഒരു ഓടൊന്നും കൂട്ടിയിട്ടില്ല, അതേ ഓട് എടുത്തിട്ട് പഴയ മുറിയൊക്കെ അതേപോലെ വെച്ചു. അപ്പം ഈ മുകളിൽ ആ ഓടിൻ്റെ മുറി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കൊളത്തി നിൽക്കില്ല ആണിമേൽ, കാരണം പട്ടിക ഇല്ലാത്തതുകൊണ്ട് ആ മുറിയൊക്കെ ആദ്യം വളഞ്ഞ് നിൽക്കാനു. സെറാമിക്കിൻ്റെ ഓടാകുമ്പം വളച്ചിൽ വേഗം മനസ്സിലാവും. അതുകൊണ്ട് ഞങ്ങൾ ആ മുറിൻ്റെ അവിടെയൊക്കെ ഫുള്ള് എല്ലാ ഓടുകളും തമ്മിൽ സിലിക്കോണൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചതാണ്. ഇനി എൻ്റെ മൂല വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എ ടൈപ്പ് ഇതേപോലത്തെ റൂഫിലൊക്കെ മൂല വെക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് ഡ്രസ്സ് അല്ലാത്ത ഈ വാർപ്പിലൊക്കെ മൂല വെക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ, നമ്മൾ സിലിക്കോൺ കോപ്പർ കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് കാറ്റ് പിടിക്കൊന്നുമില്ല. നല്ലൊരു പവർ സെറ്റപ്പ് ഒരു ഐഡിയ കാണിച്ചു തരാം. എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മളതിനെ ഒരു മൂന്നാക്കി തിരിക്കുക. ഇപ്പോൾ ഏകദേശം ഈ കാണുന്ന ഏരിയയിൽ ഇപ്പോൾ ഒരു 4 മീറ്റർ വരുന്നുണ്ട് നീളം. 4 മീറ്റർ വരുന്നിടത്ത് നമ്മളതിനെ മൂന്നാക്കി തിരിച്ചിട്ട് സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് പേസ്റ്റ് ഇല്ലേ, നല്ല ടൈൽസ് ഒട്ടിക്കണ ഗ്രൗട്ട് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൗട്ട് പേസ്റ്റിക്ക് എന്ത് ചെയ്യുക, കുറച്ച് പൊടി ഇടുക, എംസാൻഡോ തേപ്പിൻ്റെ പൊടി എന്തെങ്കിലും ഇടണം എക്സ്ട്രാ. അപ്പോഴേ ഉറപ്പുണ്ടാവുള്ളൂ. ഗ്രൗട്ട് മാത്രം വെച്ചാൽ എന്താ പറയുക, അത് ഇങ്ങനെ വിണ്ട് പൊട്ടിപ്പോവും. എന്നിട്ട് കുറച്ച് പൂയയ്ക്ക് എക്സ്ട്രാ ഇട്ടിട്ട് ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഷീറ്റ് അതിലേക്ക് കിടത്തി വെക്കുക. അത്ര തന്നെ പണിയുള്ളൂ. എന്നിട്ട് ആണി കൊളുത്തുക. അതാണ് ഇപ്പം ഞങ്ങൾ ചെയ്തു നിൽക്കുന്ന സെറ്റപ്പ്. അപ്പോൾ പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ടാവും, ഇത് ഉറപ്പുണ്ടാവില്ല എന്നുള്ള കാര്യം. എന്താ പറയുക, ആ അവസാനത്തെ ഓടുണ്ടല്ലോ, ആ 2 വരി ഓടിൻ്റെ ഇടയ്ക്കാണ് സിമെൻറ്റ് ഇറങ്ങിയത്, ഒന്നും ആവില്ല, ആജീവനാന്തം അവിടെ നിൽക്കൂട്ടോ. പിന്നെ കാറ്റ് പിടിക്കുന്ന ടോപ്പിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, കോപ്പർ വെക്കുക. ഇതേപോലത്തെ ഏരിയയിലൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി. ചെരിഞ്ഞ മൂലക്ക് എന്തായാലും കോപ്പർ മസ്റ്റാട്ടോ. ഇത് എ ടൈപ്പ് സ്ലേവ് മാത്രം. അപ്പം നമ്മളെ നാട്ടിൽ ഒരുപാട് വീടുകളിൽ ഇതേപോലെ വളഞ്ഞ പോർച്ചൊക്കെ വിരിക്കാനുണ്ടാവും. അപ്പം ഇതേപോലത്തെ ഒരു പോർച്ചൊക്കെ വിരിക്കാൻ ഒരു ദിവസം കൊണ്ട് ഫുള്ള് തീരുമെന്ന് പല ആൾക്കാർ ചോദിക്കും. നമുക്ക് ഓട് കയറ്റി ആണിട്ട് കണ്ട് മൂലക്കാട്ടക്കം ഒരു ദിവസം കൊണ്ട് ഇങ്ങനത്തെ പോർച്ചൊക്കെ സിമ്പിളാക്കിയിട്ട് 3 ആൾക്ക് 2 ആൾക്ക് തീർക്കുക. നമ്മൾ റിസ്ക് എടുക്കണ്ട, 3 ആളുണ്ടായിക്കോട്ടെ, 3 ആളെ കൂലിക്ക് ഫുൾ തീർത്ത് പോകാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം നോക്കിയാണീ ആ പാത്തി വെച്ചിട്ട് ഗ്യാപ്പ് അവിടെ നമ്മൾ ആ ഓടക്കണ സിമെൻറ്റ് വരുന്നത് അവിടെ ചെറിയൊരു ആണി ടൈറ്റ് നിൽക്കാനുള്ള ഒരു ഗ്യാപ്പാക്കും. അതിൽ ഒരു 2 മുതൽ 3 ആണി അമർത്തി വെച്ചാണ്ടല്ലോ. പിന്നെ നിങ്ങളെ നാളെ ഷീറ്റ് ഊരാൻ നോക്കി നോക്കിയാണ് കഴിയൂല, നല്ല ദമ്മിൽ കാറ്റ് പിടിച്ചാലും ഇളകൂല, അത്രയും പക്ക പവറാവും. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് കേട്ടോ. കണ്ടില്ലേ? ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത് ഇപ്പോൾ സെറാമിക്കിൻ്റെ ഓടാണ്. കാരണം സെറാമിക്കിൻ്റെ ഓട് പറഞ്ഞാൽ മെയിൻ്റനൻസ് വർക്ക് കുറവാണ്. അപ്പോൾ നമ്മളൊക്കെ വീടുകൾക്ക് പണിയെടുപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് അറിയോ, മാക്സിമം ഇങ്ങനത്തെ കാര്യം ശ്രദ്ധിക്കുക. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ആ മൂലയിലൊക്കെ വെള്ളം കെട്ടിക്കിടുന്നു. ഇപ്പോൾ കണ്ടോ ഷീറ്റൊക്കെ പക്ക സൂപ്പറാക്കി അവിടെയൊക്കെ തേച്ച്, ഇതൊക്കെ ഒരൊറ്റ ദിവസത്തെ പണി മതി നമുക്ക്, ഒരൊറ്റ ദിവസത്തെ പണി. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മൂലോടം വെക്കട്ടോ. മൂലോടൊക്കെ ഉള്ളിലൊക്കെ സിമെൻറ്റ് വെച്ചു. പിന്നെ പൈപ്പ് നമ്മളിപ്പോൾ ഉറപ്പിക്കുന്ന കണ്ടില്ലേ, ഇനി അതിൻ്റെ മുകളിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു മൂലോട് വെക്കുക. എല്ലാ മൂലോടും സിലിക്കോൺ കൂട്ടിയടിച്ച് എങ്ങനെ കൊണ്ടുപോവുക, ഇത്ര കാര്യം തന്നെ ഉള്ളൂ. അപ്പം
ആൾക്കാർക്ക് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി. എന്ത് കാര്യങ്ങൾ സെറാമിക്കോഡിൻ്റെ മൂലോട് വീണ് ഒരുപാട് സൈറ്റുകൾ നമ്മുടെ അടുത്തുണ്ട്, ഒരുപാട് സൈറ്റുകൾ. അപ്പം ഇനി നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല നല്ല ഹെവി ലീക്കായ വീടുകളൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പം നമുക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഏത് ഓടി വിരിക്കുമ്പോഴും മാക്സിമം ഓട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചിട്ട് വിരിക്കണം. ശ്രദ്ധിച്ച് വിരിക്കണ കാര്യത്തിലല്ല, ഈ മൂലകൾ അതേപോലെ കുയ്യടിയൊക്കെ വരുന്നിടത്ത് വെള്ളം തെറിക്കൂലേ, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ശ്രദ്ധിച്ച് വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറേണ്ടി വരില്ല. ഇപ്പം ഈ ക്ലൈൻറ്റിന് ഈ കാണുന്ന സൈറ്റിൽ ഇപ്പോൾ ഈ ഓടൊക്കെ ഒരു വട്ടം വിരിച്ച ഒരു സൈറ്റാണ്. ഇപ്പോൾ ഈ രണ്ടാം വട്ടം ഈ ഒരു ഓട് വിരിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എക്സ്ട്രാ അതേ പൈസ വീണ്ടും വന്ന്. അപ്പോൾ ഇതൊക്കെ വരാനുള്ള മെയിൻ കാര്യം എന്താ പറയുക, ഈ മൂലോടൊക്കെയാണ്. ഈ മൂലോടൊക്കെ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളെ തലയൊക്കെ വീണിക്കുകയാണെങ്കിൽ മുറ്റത്തൊക്കെ കുട്ടികളെ തലയ്ക്ക് വരെ മൂലോട് വീണ സൈറ്റുകളുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധിക്കുക. ഈ ആദ്യം ഇത് വെച്ചിന് ആൾക്കാർക്ക് വെറുതെ ഒരു സിലിക്കോൺ കൂടെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫുള്ള് സെറ്റാക്കി. ഇപ്പം നമ്മളെ നാട്ടിൽ ഇപ്പം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഓട് സെറാമിക് ആയതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ വീട്ടിലൊക്കെ സെറാമിക്കിൻ്റെ ഓട് വെക്കുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം സിലിക്കോണൊക്കെ അടിച്ചിട്ട് മൂലോടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറയാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പം ഈ ഒരു വർക്കിന് ഇപ്പോൾ എത്ര റുപ്യ എന്ന് വെച്ചാൽ, നമുക്ക് 3 ആൾ വന്നിക്കുകയാണെങ്കിൽ 3 ആളെ കൂലി ചിലവ് തരിക. 3 ആളെ കൂലി എന്ന് പറഞ്ഞാൽ വണ്ടിക്കൂലി അതേപോലെ മെഷീനൊക്കെ അടക്കം 3500 റുപ്യയാവും. 3500 റുപ്യാണ് ഇപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു വർക്ക് ഓടിയും പോയി ചെയ്ത് കൊടുക്കാനാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂലി മനസ്സിലായില്ല, ചിലവൊക്കെ നിങ്ങൾ തരണം, സെറ്റാക്കി വന്ന് തീർത്ത് റെഡിയാക്കി തരും. അപ്പം ഞങ്ങളിതാ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കണേ. പിന്നെ അതേപോലെ ഇതാ ഈ ടോപ്പിൽ ലാസ്റ്റ് എൻ്റെ ആണ് നിങ്ങൾ എൻഡിൽ നമ്മൾ സിമെൻറ്റ് നല്ല വെച്ചുകാണ്ട് അത് ആ ഗ്രൗട്ടിൻ്റെ സ്ട്രോങ് ആണ് കൂടുതലുണ്ടാവുക. നല്ല പിടുത്തുണ്ടാവട്ടെ, അടിച്ച് പൊളിയായിട്ട് നിന്നോളൂ. അതിൻ്റെ ഉള്ളിൽ കണ്ട് തിരികെ വെക്കുക. ഇനി ചട്ടം കൊണ്ടൊന്ന് മിനുക്കി വെച്ചാൽ മതി. വേണമെങ്കിൽ നമുക്ക് ആ ഓട് വക്കത്തേക്ക് വെച്ച് ചെയ്യാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓരോ സൈറ്റിൽ ഓരോ അവിടുത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ ഓരോ വർക്കൊക്കെ ചെയ്യുക. ഉണ്ടല്ലേ, ഇനി ടൈമിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും ഇങ്ങോട്ടൊക്കെയാണ് വെള്ളം വരുന്നൊക്കെയാണ് ഓടിയും വെള്ളം തങ്ങൂല കേട്ടോ. ഷീറ്റിനൊരു ചളവോ തിരിവോ ഒന്നുമില്ല. ആദ്യം ഈ ഓടുമ്പൊക്കെ കയറി നീനി ഇപ്പം നമ്മളവിടെ ഒരു ഓടിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഒരു കട്ട് ചെയ്ത് കണ്ട് അതിന് കൂടെ നേരെ താഴത്തേക്ക് വെള്ളം ഇറങ്ങിപ്പോകും. ഓടി പക്ക സ്ലോപ്പാട്ടോ. അപ്പം ഒരു കാര്യത്തിലും പേടിക്കേണ്ട. ഈ ഒരു ഏരിയയിൽ ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ടോപ്പിലും ഈ വീടിൻ്റെ ടോപ്പിലൊക്കെ നമ്മൾ ഫുള്ള് വർക്ക് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലൊക്കെ തന്നെയാണ് ഇങ്ങനത്തെ ഓരോ വർക്കുകളൊക്കെ ചെയ്യൽ. അപ്പം നമുക്ക് നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് കാണാം. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളെ വീടുകളിലൊക്കെ ഇതേപോലത്തെ വർക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കംപ്ലൈൻ്റ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം.